ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ, വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ച, ഗർഭോ ഞായറാഴ്ച. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെയാണ് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദവാക്യം. ആ വേദവാക്യത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, പാപിയായ മനുഷ്യൻ അഥവാ കുഷ്ഠരോഗിയായിരിക്കുന്ന മനുഷ്യൻ യേശു തമ്പുരാന്റെ അടുക്കൽ വന്ന് വീണ് നമസ്കരിക്കുന്ന ഒരു അനുഭവമാണ്. കുഷ്ഠരോഗി ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുവാൻ ഒരു അർഹതയും ഇല്ലാത്തവനാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കുഷ്ഠത്തിന്റെ അംശം വല്ലതും ശരീരഭാഗത്ത് കണ്ടുകഴിഞ്ഞാൽ പുരോഹിതന്റെ അടുക്കൽ ചെല്ലുകയും പുരോഹിതൻ അത് സർട്ടിഫൈ ചെയ്ത് അദ്ദേഹത്തെ പാളയത്തിന് പുറത്ത് ആക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പാളയത്തിന് പുറത്താക്കിയാൽ അവൻ ഏകാന്തതയിലാണ്, ഒറ്റയ്ക്കാണ്. സമൂഹമായിട്ട് ജീവിക്കുവാൻ കഴിയുകയില്ല. ഒറ്റയ്ക്ക് ഏകാന്തതയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് കവിഴ്ന്നു വീഴുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും മിര്യാമിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മോശയുടെ സഹോദരിയാണ് മിര്യാം. മോശയുടെ സഹോദരിയായ മിര്യാം കുഷ്ഠരോഗിയായി മാറുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മിര്യാം കുഷ്ഠരോഗിയായി മാറുന്നത് മറ്റൊരു കാരണം കൊണ്ടല്ല. മിര്യാം കുഷ്ഠരോഗിയായി മാറുന്നത് ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു എന്ന ഒരു കാരണം കൊണ്ട് കുഷ്ഠരോഗിയായി മാറുന്ന ഒരു അനുഭവം, പാപത്തെ അതിനെ കാണിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പാപം ചെയ്യുന്നവൻ കുഷ്ഠരോഗിയായി മാറുന്നു, പാപി കുഷ്ഠരോഗിയാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ് സാധിക്കുന്നത്. പാപിയായ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ നമസ്കരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അവൻ പാപിയാണെങ്കിലും സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ അർഹതയില്ലെങ്കിലും കല്ലെറിഞ്ഞു കൊല്ലുന്ന അനുഭവമാണ് അവന്റെ മുമ്പിൽ ഉള്ളത് എങ്കിലും അവന് ജീവിതത്തിൽ എല്ലാ സമൂഹത്തോടും കൂടെ ഒരുമിച്ച് വസിക്കണമെന്ന ഒരു വലിയ ആഗ്രഹം, ആ വലിയ ആഗ്രഹം മരണം മുന്നിലുണ്ട് എങ്കിലും, കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറയുന്ന അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എന്നെ സൗഖ്യമാക്കുന്ന ദൈവസന്നിധിയിൽ കമിഴ്ന്നു വീണ് അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം. ആ ആഗ്രഹം ദൈവസന്നിധിയിലേക്ക് അവനെ എത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ പാപിയാണെന്നൊരു വലിയ ഉൾബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈ രണ്ടാമത്തെ നോമ്പിന്റെ ഞായറാഴ്ച നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഞാൻ ആരാണ്? എൻ്റെ ജീവിതം എന്താണ്? എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാം കുറവുകൾ വന്നുപോയിട്ടുണ്ട്? ആ കുറവുകളെല്ലാം തിരിച്ചറിയുന്ന ഒരു ഞായറാഴ്ചയാകട്ടെ ഈ ദിവസം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഞായറാഴ്ചയാകട്ടെ. നമുക്ക് തിരിച്ചു വരാം, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ മുമ്പിലേക്ക്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരിച്ചറിവ് നൽകി നല്ല ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ വരാൻ, കവിഴ്ന്നു വീഴാൻ, നമസ്കരിക്കാൻ ദൈവാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.